ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ 2 ദിവസത്തെ ക്ഷീണം തീർത്ത് നിഫ്റ്റി ഇന്ന് FMCG നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനീസ് അതിൻ്റെ കമ്പനീസിൻ്റെ എല്ലാം തന്നെ പിന്തുണ കാരണം 1 മന്ത് ഹൈയിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡിങ് തുടരുന്നത്. ഇന്ന് നിഫ്റ്റിയുടെ റാലിക്ക് വേറൊരു കാരണം ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 20 ബേസ് പോയിന്റ് ഉയർത്തി. അതായത് നമുക്ക് ജൂലൈയിൽ ഉണ്ടായിരുന്ന ഫോർകാസ്റ്റ് 6.4 ആയിരുന്നു, അതിൽ നിന്ന് 6.6 ഉയർത്തിയതാണ് റാലിക്ക് മറ്റൊരു കാരണം. അങ്ങനെ നിഫ്റ്റി ഇന്ന് ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. 178 പോയിന്റ്, സെൻസെക്സ് 500 പോയിന്റ്. പ്രധാനമായിട്ടും ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവും FMCGയിലെ നെസ്ലയും ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ HDFC AMC 1:1 ബോണസ് ഇഷ്യൂ ഉണ്ടായിരുന്നു, പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മറ്റുള്ള മേജർ IT കമ്പനീസിൽ നിന്ന് വലിയ പെർഫോമൻസ് നടത്തിയില്ലെങ്കിൽ കൂടിയും പ്രസിസ്റ്റൻസ് സിസ്റ്റം പോലെയുള്ള കമ്പനീസ് Q2 റിസൾട്ടിന് ശേഷം ഒരു നല്ലൊരു റാലി രേഖപ്പെടുത്തി. കീസ്റ്റോൺ റിയാലിറ്റീസ് ഏകദേശം ഒരു 7% റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ബജാജ് ഫിനാൻസ്, നെസ്ലെ, ബജാജ് ഫിൻസർവ്, ഏഷ്യൻ പെയിൻറ്റ്, ട്രെൻഡ് തുടങ്ങിയ കമ്പനീസ് മികച്ച നേട്ടം കൈവരിച്ചു. ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സ്, ഇൻഫി, ടെക്കം, ആക്സിസ് ബാങ്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. ഇതിൽ CSE 40, അതായത് ഫ്രാൻസ് മാർക്കറ്റ് 178 പോയിന്റ്, എന്നാൽ FTSE നെഗറ്റീവാണ് 38 പോയിന്റ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 5% ക്രാഷ് ചെയ്തു, 10.54. അതിന് മുകളിൽ ജപ്പാൻ മാർക്കറ്റ് 800 പോയിന്റ് റാലി, കൊറിയ മാർക്കറ്റ് 95 പോയിന്റ് റാലി, ഷാങ്ഹായ് ചൈന മാർക്കറ്റ് 46 പോയിന്റ്, ഓസ്ട്രേലിയ 91 പോയിന്റ്. ഗോൾഡ് ഇന്നും $41 പെർ ഔൺസിന് ഉയർന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 4183. ബ്രന്റ് ഓയിൽ 62. ബിറ്റ്കോയിൻ പോസിറ്റീവാണ്, 810 പോയിന്റ് പ്ലസ് ആണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 243 പോയിന്റ് പ്ലസ്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. PCR ഏറ്റവും ടോപ്പിൽ 1.2 ആയിട്ടുണ്ട്. അതായത് കൂടുതൽ ആളുകൾ പുട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ അടുത്ത മണിയും നിയറസ്റ്റ് ആയിട്ടുള്ള 22,100, 200, 22,000 ആണ് മേജർ. 25,200, 100, 25,000 മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകൾ പുട്ടാണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഓപ്പണിംഗ് റേഞ്ച് നല്ലൊരു പ്രൈസ് ആക്ഷൻ ഉണ്ടായിരുന്നു. ഓപ്പൺ ചെയ്ത 25,194 തന്നെയാണ് ഇന്നത്തെ ലോ. ഓപ്പൺ തന്നെയാണ് ഇന്നത്തെ ലോ. ഫർദർ ലോ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഒരേ ഡയറക്ഷനിലേക്ക് പോയി. 25,360 ഹൈ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. പിന്നീട് മാർക്കറ്റ് വളരെ കംഫർട്ടബിളായ രീതിയിൽ ക്ലോസ് നടത്തി. ഇന്ന് മാർക്കറ്റിൽ അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഈവൻ നമ്മൾ ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് അത്ര കേമായിരുന്നില്ല. റിസൾട്ടിന് ശേഷം ഇൻഫി ഉൾപ്പെടെയുള്ള IT കമ്പനീസ് മൂവ്മെൻറ്റ് നടത്തിയിരുന്നില്ല. എന്നാൽ ഈ IMFൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പോസിറ്റീവ് കമൻറ്റും ഫിനാൻഷ്യൽ കമ്പനീസും ഈ FMCG നെസ്ലയുടെ പിന്തുണയോടെ കൂടിയിട്ട് FMCGയും എല്ലാം തന്നെ നിഫ്റ്റിയുടെ 2 ദിവസത്തെ ഒരു ക്ഷീണം, 2 ദിവസം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമുക്കൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അത് മാറി ഒരു ഫ്രഷ് ബൈയിങ് ഈ തരം കമ്പനീസിൽ കണ്ട ഒരു കാഴ്ചയാണ് നമ്മളിന്ന് വിറ്റ്നസ് ചെയ്തത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാൻ അതിനു മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാ കോഴ്സും, അതിപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കമ്മോഡിറ്റി, സ്വിങ് അല്ലെങ്കിൽ ക്രിപ്റ്റോ, അതെല്ലാം തന്നെ ഒന്നില്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാം, ലോകത്തിന് ഏത് കോണിൽ ഇരുന്ന്, അതല്ലെങ്കിൽ നമ്മുടെ കൊച്ചി ഓഫീസിൽ പ്രാക്ടിക്കൽ ട്രേഡ് ചെയ്ത് നമ്മുടെ ട്രേഡ് ഫ്ലോറിൽ ഇരുന്ന് പഠിക്കാം. ഫസ്റ്റ് കമ്പനി നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഹെറിറ്റേജ് ഫുഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5% ഉയർന്നു. HDFC ലൈഫ് നെറ്റ് പ്രോഫിറ്റ് 3% ഉയർന്നു. ഈ പ്രീമിയം ഇൻകം 13%, അതായത് 13% ഉയർന്നു. ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 26% ഫോൾ ഉണ്ടായി, 5,090 കോടി രൂപ. സ്ട്രീറ്റ് എസ്റ്റിമേഷൻ ഒത്ത് റിസൾട്ട് വന്നില്ല. TCS കമ്പനി കിങ്ഫിഷറായിട്ട് ഒരു പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു, AI ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. IRFC നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്നു. ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനി ഇവർ $150 മില്യൺ ഇവരുടെ പുതിയ പ്ലാന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. പവർമെക്ക് കമ്പനി 2,500 കോടി രൂപയുടെ ഓർഡർ BHELന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. HDB ഫിനാൻഷ്യൽ കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 1.6% സ്ലിപ്പായി, അതായത് ഇടിഞ്ഞു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്നാൽ 20% ഉയർന്നു. IPO മിഡ് വെസ്റ്റ് IPO ഇന്ന് മുതൽ ഓപ്പൺ ആവുന്നുണ്ട്.
ഒബ്രോയ് റിയാലിറ്റി 590 നിന്ന് 760 പ്രോഫിറ്റ് ഉയർന്നു. KES ഇൻ്റർനാഷണൽ കമ്പനി സൗദി അറേബ്യയിൽ നിന്ന് 1038 കോടി രൂപയുടെ സബ്സ്റ്റേഷൻ്റെ ഓർഡർ ലഭിച്ചു. NTPC ഗ്രീൻ എനർജി ഗുജറാത്തിൽ ഉള്ളവരുടെ 12 മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റ് അത് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. TVS കമ്പനി TVS അപ്പാച്ചെ RTR 1.9 ലാക്സ് ബൈക്ക് പുറത്തിറക്കി. MTAR ടെക് 67 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. KE ഇൻഡസ്ട്രീസ് 155 നിന്ന് 200 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഹീറോ മോട്ടോകോർപ്പ് സ്പാനിഷ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തു. സ്പാനിഷിലുള്ള നോറിയ മോട്ടേഴ്സായിട്ട് ടൈപ്പായി. KRN ഹീറ്റ് എക്സ്ചേഞ്ച് കമ്പനി രാജസ്ഥാനിലുള്ളവരുടെ പുതിയ പ്ലാന്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. സായി സിൽക്ക് കലാമന്ദിർ ഫാഷനായിട്ട് ഇവർ മെർജർ ചെയ്തു. BL കമ്പനി 3000 കോടി രൂപയുടെ ഓർഡർ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. അദാനി ഗ്രീൻ കമ്പനി ഗുജറാത്തിലുള്ള അവരുടെ 50 മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റ് ഇവർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നുള്ളതാണ് ഇപ്പം നമുക്കുള്ള ന്യൂസുകൾ. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗോൾഡാണ് ഒരു എത്തും പിടിയില്ലാതെ ചരട് പൊട്ടിയ പട്ടം പോലെ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുമെന്നുള്ള രീതിയിൽ പല ആളുകളും ഈ ഗോൾഡിനെ ഷോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവരെല്ലാം തന്നെ ലോസ് ബുക്ക് ചെയ്ത് വീണ്ടും ഗോൾഡ് അതിൻ്റെ വഴിക്ക് പോവുകയാണ് ഒരു രക്ഷയില്ലാതെ രീതിയിൽ. പ്രധാനമായിട്ടും ഗോൾഡ് റാലി രേഖപ്പെടുന്നത് 2-3 സിനാരിയോസിലാണ്. അതായത് ഇക്വിറ്റി മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടാവുക, യുദ്ധം ഉണ്ടാകുക, അങ്ങനെയുള്ളൊരു സംഭവത്തിൽ. യുദ്ധം നമുക്കറിയാം, പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളിപ്പോൾ പ്രീ ലോങ്ഡ് വാറാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധം ഒരു പ്രസക്തി വരുന്നില്ല. പിന്നെ ഉള്ളത് ഇക്വിറ്റി മാർക്കറ്റാണ്. ഇക്വിറ്റി മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ ഉണ്ടാകുമെന്ന് പല ആളുകളും പറയുന്നുണ്ട്. 2025 ഒരു മെഗാ കറക്ഷൻ ആണ് സംഭവിക്കുക എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രസ്താവനകളും അവരുടെ കണ്ടെത്തലുകളും. ഇത് ജപ്പാനിൽ നിന്നൊരു അനലിസ്റ്റുകൾ, US നിന്ന് വേറെ അനലിസ്റ്റ്, എല്ലാം ഫേമസ് അനലിസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് അതിൻ്റെ ഭാഗമാണോ റാലി രേഖപ്പെടുത്തുന്നത് നമുക്കറിയില്ല. ഗോൾഡ് പ്രധാനമായും റാലി രേഖപ്പെടുത്തുന്നത് പല ബാങ്കുകളും അവരുടെ പണത്തിന് തുല്യമായിട്ട് ഗോൾഡിനെ അക്യുമുലേറ്റ് ചെയ്ത് റിസർവ് ധനം എന്നുള്ള രീതിയിൽ ഗോൾഡ് ഹ്യൂജ് ബൈ നടത്തുന്നത് കൊണ്ടാണ് ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നത്. കൂടാതെ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഏറ്റവും കൂടുതൽ കൺസപ്ഷൻ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഗോൾഡ് പ്രൈസ് ഉയർന്നിട്ട് പോലും ഇന്ത്യയിലുള്ള കൺസപ്ഷനൊന്നും യാതൊരു കുറവൊന്നും തന്നെ ഇല്ല. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദീപാവലി മുൻനിർത്തി മാർക്കറ്റ് പതിയെ ഒരു ബൈങ് കാണാറുണ്ട്. ഈ നമുക്ക് ദീപാവലി ദിവസം മുഹൂർത്ത ട്രേഡിംഗ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ടും മുഹൂർത്ത ട്രേഡിങ്ങിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് സെല്ലിംഗ് ഒന്നും ഉണ്ടാവാറില്ല. കാരണം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ദീപാവലി ദിവസം ലക്ഷ്മി പൂജ സമയത്ത് മുഹൂർത്ത ട്രേഡിങ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ആളുകൾ ബൈയിങ് ആണ് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ ദീപാവലി ദിവസം മാത്രമല്ല, അതിന് മുന്നോടിയായിട്ടുള്ളൊരു ബൈയിങ് കാണാറുണ്ട്. അത് FMCGയിലൊക്കെയാണ് പൊതുവേ കാണപ്പെടാറ്. ഇപ്പോൾ FMCGയിൽ ഇന്ന് നെസ്ലെ ഇന്ന് റാലി അതിന് വിറ്റ്നസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ മാർക്കറ്റ് ക്രാഷിൽ നിന്ന് അത് ഒഴിവാനായിട്ടുള്ളൊരു പോം വഴി. അതിൽ ഗോൾഡ് വേണം, ലിക്വിഡ് ഫണ്ടുകൾ വേണം. ലിക്വിഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ അത് ഇക്വിറ്റി ബേസ്ഡ് അല്ല, ഗവൺമെൻറ് ഡെപ്റ്റ് ഫണ്ടുകളാണ്. ലിക്വിഡ് ആയിട്ടുള്ള ETF ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ബോണ്ടുകളുണ്ട്, ലിക്വിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഈ 3 ടൈപ്പ് ലിക്വിഡ് ഫണ്ടുകളുണ്ട്. നമ്മളുടെ ആവശ്യകത അനുസരിച്ച് 3ആയിട്ട് തരംതിരിക്കും. ലിക്വിഡ് ആയിട്ടുള്ള ETF ഫണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ റിട്ടേൺ താരതമ്യേന കുറവാണ്, പക്ഷേ ലിക്വിഡിറ്റി ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും വിറ്റ് ഒഴിവാക്കാം. ലിക്വിഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ബോണ്ട് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഇല്ല, പക്ഷേ റിട്ടേൺ കൺഫേം ആയിട്ട് നമുക്ക് ബാങ്കിൽ വരും. ലിക്വിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പ്രശ്നമല്ല, മ്യൂച്വൽ ഫണ്ടിന് റിട്ടേൺ അടിപൊളി മറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി തന്നെയാണ്. ഇതെല്ലാം ലോങ് ടൈം പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ചില ആളുകൾക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ റിട്ടേൺ ഇത്രയേ ഉള്ളൂ, സാധാരണ മ്യൂച്വൽ ഫണ്ട് 13 ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിലേക്ക് പോകും. പക്ഷേ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എല്ലാം വേണമല്ലോ. അപ്പോൾ ഒരു സ്ട്രാറ്റജിയും അല്ലെങ്കിൽ ഒരു ചിന്ത അത് നമുക്കത് അനുയോജ്യമല്ലായിരിക്കാം, പക്ഷേ ആ ഒരു ചിന്ത തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനർത്ഥം എല്ലാം ലിക്വിഡ് അസറ്റുകളല്ല എന്നുള്ളത് ഓർക്കുക. ലിക്വിഡിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ വീഡിയോ സെഷനിലൊക്കെ നോക്കാം. എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.